നമ്മുടെ പാർക്കിംഗ് മേഖല കാളികാവിന്റെ കച്ചവടത്തിന് പൊതുവായിട്ട് ആളുകൾ പറയുന്നത് പുതിയ ഈ റോഡ് വികസനം കൂടി വന്നതോടുകൂടി ഈ സൈഡുകളിലുള്ള ഓവിച്ചാല് പ്രശ്നം വന്നപ്പോൾ റോഡിലാണ് വണ്ടി നിർത്തിയത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കച്ചവടക്കാരുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കാളികാവിലെ അക്കരെയുള്ള പഴയ ബസ് സ്റ്റാൻഡ് ഇത് ഉപയോഗപ്പെടുത്താതെ കിടക്കുക, ഓട്ടോ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ കാഴ്ചപ്പാടുണ്ട്. അത് നമ്മുടെ കാളികാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായികളുടെ മേഖലയിൽ പുഷ്ടിപ്പെടുത്തണം. ഇപ്പോൾ ഈ റോഡ് പണിയായിട്ടും കൊറോണയ്ക്ക് ശേഷം വല്ലാതെ ശോഷണം സംഭവിച്ചിരുന്നു കച്ചവടങ്ങളിലൊക്കെ. പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്കറിയാം. പിന്നെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കിവിടെ ഒരു പാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ബാക്കി മേഖല കുറവാണ്. അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ നമുക്ക് നിയമപരമായിട്ട് അതിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ചാലേ നമുക്കതിന് തീരുമാനം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിൻ്റെ ദോഷമാണ് കാളികാവിലെ ഈ കച്ചവടങ്ങൾക്കൊക്കെ വരുന്ന ബുദ്ധിമുട്ട്. നമ്മൾ തന്നെ ഒരു വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പാർക്ക് ചെയ്യണം, എവിടെ ഇറങ്ങിയിട്ട് നിൽക്കുന്ന നല്ല ബുദ്ധിമുട്ടുള്ള സമയം. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്ന സൈഡിന് ശരിയായിട്ടില്ല. അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട്. അത് നമ്മൾ റോഡ് പണി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഒന്ന് റെഡിയായി കിട്ടാൻ പറ്റില്ല. നമുക്ക് പഞ്ചായത്തിനും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞാലേ ബാക്കിയുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി എല്ലാ മേഖലയിലും നമ്മളെല്ലാവരും നമുക്ക് സപ്പോർട്ട് തരാമെന്നുണ്ട്. ഇപ്പം നമ്മളെ ബിൽഡിംഗ് അസോസിയേഷൻ്റെ ആളുകളും നമുക്ക് സപ്പോർട്ട് പറയുന്നുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിലാണ്.